കശുവണ്ടി ശേഖരണം ആരംഭിച്ചു. ഇത്തവണ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞത് കർഷകർക്ക് തിരിച്ചടിയായി. മലയോര മേഖലയിൽ കശുമാവ് കർഷകരെയും ദുരിതത്തിലാക്കി കാലാവസ്ഥാ വ്യതിയാനം. പൂവിട്ട കശുമാവുകൾക്ക് കനത്ത മഴ വിനയായി. തോട്ടങ്ങളിൽ കശുവണ്ടി ശേഖരണം ആരംഭിച്ചെങ്കിലും കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം ഉൽപാദനം ഗണ്യമായി കുറഞ്ഞ നിലയിലാണ്. നവംബർ ഡിസംബർ മാസത്തിൽ കാലം തെറ്റി പെയ്ത മഴയാണ് ഉൽപാദനം കുറയാൻ കാരണമായത്. ആറളം കാർഷിക ഫാമിൽ ഉൾപ്പെടെ കശുവണ്ടി ശേഖരണം ആരംഭിച്ചെങ്കിലും ജനുവരി മാസം കഴിഞ്ഞ വർഷങ്ങളിൽ ലഭിച്ചതിന്റെ 1/3 പോലും ഇത്തവണ ലഭിച്ചിട്ടില്ല. 3 ദിവസം തുടർച്ചയായി ഉണക്കിയ കശുവണ്ടി മാത്രമേ വിപണിയിൽ എടുക്കൂ എന്നതും കർഷകർക്ക് വിനയായി. ചില വ്യാപാരികൾ കർഷകരിൽ നിന്നും കശുവണ്ടി ശേഖരിച്ച് ഉണക്കി വില നൽകുന്ന അവസ്ഥയിലാണിപ്പോൾ. ഉൽപാദനം ഗണ്യമായി കുറഞ്ഞത് ചെറുകിട കർഷകരെയാണ് ബാധിക്കുന്നത്. നിത്യച്ചെലവിനായി കശുവണ്ടി ശേഖരിച്ച് വിൽക്കുന്നവരുടെ അവസ്ഥയും ഇത്തവണ പരിതാപകരമാണ്. ജനുവരിയിൽ കാലം തെറ്റിയുണ്ടായ തണുപ്പ് ഫെബ്രുവരി മാർച്ച് മാസത്തെ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ഇപ്പോഴുള്ളത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി കാലം തെറ്റിയെത്തിയ മഴ കുരുമുളക് കർഷകരെ പോലെ തന്നെ കശുവണ്ടി കർഷകരെയും ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ഇത്തവണ കശുവണ്ടി ഉൽപ്പാദനത്തിൽ ഗണ്യമായ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. ആറളം കാർഷിക ഫാമിൽ ഉൾപ്പെടെ കശുവണ്ടി ശേഖരണം ആരംഭിച്ചു. എന്നാൽ കാര്യമായ രീതിയിൽ വിപണിയിൽ കശുവണ്ടി എത്തിയിട്ടില്ല. 3 തവണ ഉണക്കിയാൽ മാത്രമേ കശുവണ്ടി എടുക്കുകയുള്ളൂ എന്ന് വ്യാപാരികൾ ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതോടെ കൂടുതൽ ദുരിതത്തിലായിരിക്കുകയാണ് കർഷകർ. ആറളം ഫാമിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്.